ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത സ്വർഗീയ പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം അന്ധകാരത്തിലാണ് വസിക്കുന്നത്. നാം ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിന്റെ അല്ലെങ്കിൽ പുത്രന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. ആ സ്വർഗീയ പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രകാശത്തിന്റെ അല്ലെങ്കിൽ പുത്രന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ പുത്രന്റെ രാജ്യത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായി തീരുന്നത്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രാജ്യത്തിലായി തീരുവാൻ പരിശ്രമിക്കാം. മൈ ഡിയർ യങ് generation, I invite you to build a generation of Christ.